ക്ഷേത്രം ജീവനക്കാർ ശമ്പള കുടിശ്ശികയായി മലബാർ ദേവസ്വത്തിനു മുന്നിൽ കൈനീട്ടുമ്പോഴും ബോർഡിന്റെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല. ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് സഞ്ചരിക്കാനായി 20 ലക്ഷത്തോളം രൂപ ചെലവിൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് മലബാർ ദേവസ്വം ബോർഡ് വാങ്ങിയത്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ കാലാവധി കഴിയും മുൻപാണ് ഈ സാമ്പത്തിക ധൂർത്ത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരിൽ പലർക്കും ശമ്പളം മുടങ്ങിയ ഈ സാഹചര്യത്തിലും മലബാർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ധൂർത്തിന് യാതൊരു കുറവുമില്ല. മലബാർ ദേവസ്വം കമ്മീഷണർക്ക് സഞ്ചരിക്കാനായി 20 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് മലബാർ ദേവസ്വം പുതുതായി വാങ്ങിയത്. ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ മലബാർ ദേവസ്വത്തിന്റെ കയ്യിൽ പണമില്ലെന്ന് പരസ്യമായി ദേവസ്വം ബോർഡ് പറയുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പ്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ കാലാവധി കഴിയും മുൻപാണ് പുതിയ വാഹനം വാങ്ങിക്കൊണ്ടുള്ള ഈ സാമ്പത്തിക ധൂർത്ത്. പുതിയ കാറ് മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിന്റെ ധൂർത്തിന് മറ്റു പല തെളിവുകളുമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് CD ഗ്രേഡിലുള്ള ജീവനക്കാർക്ക് സർക്കാർ കൊടുക്കേണ്ടുന്ന പണം തികയുന്നില്ല എന്നുള്ള പേരിൽ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് തന്നെ 3-4 പേരുള്ളവർക്ക് 1.5 വർഷമായിട്ട് കുടിശ്ശികയാണ്. അതേ സമയത്ത് ബോർഡ് ജീവനക്കാരായ ഓഫീസ് ജീവനക്കാരായ കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നില്ല. മലബാർ ദേവസ്വം ബോർഡിന്റെ വാടക കെട്ടിടത്തിലുള്ള ഓഫീസ് പ്രവർത്തനം, ഡയറി പോലുള്ള ആർഭാടം, അതുപോലെ ഒരു ദേവസ്വത്തിന്റെ പൈസ എടുത്തിട്ട് ഡയാലിസിസ് സെന്റർ നടത്തുക, വാഹന ധൂർത്ത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡ് പുത്തൻ കാറ് വാങ്ങിയും കെട്ടിടം മോടി പിടിപ്പിച്ചും ധൂർത്തിന്റെ പര്യായമാകുന്നത്. ജനം, കോഴിക്കോട്.